അരിഞ്ഞെടുത്ത വാഴത്തണ്ടിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു 3 വിസിൽ വരയ്ക്കും ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ച ചെറുപയറിനെ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 3 വിസിൽ വരയ്ക്കും ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 10 ചുവന്നുള്ളി 10 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള വാഴത്തണ്ടും അതേപോലെ തന്നെ ചെറുപയറും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉണ്ണിത്തണ്ടും ചെറുപയറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ